നമസ്കാരം, ഞാൻ അജയ് ഉണ്ണി. ഞാനപ്പോൾ ഒരാഴ്ച മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു അനീഷ് വൈദ്യരുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പം എൻ്റെ നാട്ടിലും അവിടെ ആ പരിസര പ്രദേശത്തും കാര്യങ്ങളും എല്ലാം ഞാൻ അന്ന് വീഡിയോ എടുത്ത സ്ഥലത്തെല്ലാം ഒരു വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി അജയ് ഉണ്ണി തൊടുപുഴ എന്ന പേരുള്ള ഒരാൾ, വ്ളോഗ് ചെയ്യുന്ന ആൾ ഇങ്ങനെയൊരു വ്യാജ വാർത്ത, അതുപോലെ ഒരു വ്യാജ ഡോക്ടറുടെ വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നുണ്ട്. ഇപ്പോൾ ഫ്ലാഷായിട്ട് ഭയങ്കരമായിട്ട് എനിക്കറിയാം, എനിക്കിതല്ല ഇതിൻ്റെ അപ്പുറത്തെ പരിപാടി വരുമെന്നറിയാം. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്ന പരിപാടികളെല്ലാം എന്താണെന്നുള്ളത് എൻ്റെ പ്രേക്ഷകർക്ക്, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം. ഞാൻ ചെയ്യണത് പലർക്കും എന്നോട് വൈരാഗ്യമോ വിരോധമോ ഒക്കെ ഉണ്ടാവുന്ന കേസ് കേട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉള്ള കാര്യം ഞാൻ മുഖത്ത് നോക്കി പറയും, ഉള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു തരും. അത് പലർക്കും ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. ഇതല്ല, ഇതിൻ്റെ അപ്പുറത്തും ഞാൻ കേൾക്കുമെന്നറിയാം. കുറേ വാട്സപ്പിലൊക്കെ കുറേ ഇപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് നോക്കിയിട്ട് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്നാണ്? ഈ അനീഷ് വൈദ്യൻ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യാജ വാർത്തയാണോ, അത് ഈ അനീഷ് വൈദ്യൻ വ്യാജ ഡോക്ടറാണോ അല്ലെങ്കിൽ വ്യാജ വൈദ്യനാണോ എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളിത് കണ്ടിട്ട് തീരുമാനം പറയണം. അനീഷേ, നമസ്കാരം. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് കമൻറ്റ് കാര്യങ്ങൾ കുറേ ചോദിച്ചാൽ അത് പോട്ടെ. നമ്മൾ സ്ഥലം പറയാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇപ്പം വീട്ടിലാണ് അനീഷ് ചെയ്യണത് ആണ്. ഇപ്പം ഞാൻ സ്ഥലം പറഞ്ഞില്ല, സ്ഥലം പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് വ്യാജനാണ്, ഡോക്ടർ വ്യാജനാണ്, എൻ്റെ വാർത്ത വ്യാജാന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ നമ്മുടെ പോസ്റ്റിനകത്ത്. പരമാവധി അനീഷ് നമ്പർ കൊടുത്ത് അതിൻ്റെ അകത്ത് ഇപ്പം എത്ര പേര് വിളിച്ച്, എത്ര പേര് ഇവിടെ വന്നിട്ടുണ്ട്? വിളിച്ചിട്ടുണ്ട്. അവരൊക്കെ ഓരോ ഡേറ്റും ചോദിച്ചിട്ടുണ്ട്. തിരുമേനി, അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അനീഷ് വൈദ്യൻ്റെ അടുത്ത് വന്ന ഒരു തിരുമേനി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം വീഡിയോ കണ്ടിട്ട് വന്നാണോ? അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ എത്ര ദിവസമായി തിരുമണം തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഇത് വ്യാജനാണെന്നുള്ളത് കൈ തൊട്ട് നോക്കുമ്പോൾ സാധാരണ അറിയാം, ഒരു കൈപ്പുണ്യുള്ള ആളെ അറിയാം. ഇതിൻ്റെ അകത്ത് വ്യാജനാണ്, ഞാൻ വ്യാജ ഡോക്ടറെ അല്ലെങ്കിൽ വൈദ്യരെ പരിചയപ്പെടുത്തി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10ാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. ഞാൻ കമ്പംമേട്ടിൽ ഉസ്ലാംപേട്ടി എന്ന സ്ഥലത്ത് പോയി എൻ്റെ കൈ കെട്ടി വെച്ചതാ. ഈ കൈ ഇങ്ങനെ മുകളിലേക്ക് പൊക്കാൻ പറ്റാറുണ്ട്, ഭയങ്കര വേദന. അങ്ങനെ ആഴ്ചയിൽ പോയി തിരികെ കെട്ടി ഞാൻ 10 ഹോസ്പിറ്റലിൽ പോയി, അവിടെ എങ്ങും പോയില്ല. അങ്ങനെയാണ് വൈദ്യരുടെ വീഡിയോ കാണാനിടയായത്. അപ്പൊ തന്നെ ഞാൻ വിളിച്ചു, അദ്ദേഹത്തെ കിട്ടി. അപ്പൊ അദ്ദേഹം ഇവിടെ ഇല്ല, വേറെ സ്ഥലത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ട്രീറ്റ്മെന്റിലാണ് പറഞ്ഞു. ഞാൻ എപ്പോഴാണ് വരുന്നത്? ഒരു 4 മണിയാവും വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്നലെ വന്ന് എന്നെ തിരുമ്മി എനിക്ക് ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. ഞാൻ ശിവക്ഷേത്രം വെമ്പിള്ളി, പഴന്തോട്ടം വെമ്പിള്ളി മഹാദേവ ക്ഷേത്രം, എറണാകുളം ജില്ലയിൽ. അപ്പം ഞാൻ ഈ വന്ന് അനീഷ് പറഞ്ഞതാണ്, നമ്മളിങ്ങനെ ഒരു വീഡിയോ, എനിക്കൊരു ഗുണം കിട്ടി, കാലിനൊരു ഗുണം കിട്ടിയോണ്ട് നമ്മൾ ഒരാളെ അറിയപ്പെടാത്ത ഒരാളെ, അയാളൊരു കൈപ്പുണ്യമുള്ള ആളാണെങ്കിൽ നാട്ടുകാർ അറിഞ്ഞാലോ എല്ലാവരും ചിരിച്ച വഴി തന്നെ നമ്മൾ ഫേമസ് ആവില്ല. അപ്പോൾ ഇതൊന്ന് പറയാൻ ഇപ്പം പലരും ഞാൻ വ്യാജ വാർത്ത വൈദ്യനെ എനിക്ക് വളരെ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കൈ പൊങ്ങൂല്ലോ, ഇത്രയും വലിയ പ്രഗത്ഭര 100% കുറവാണ്. 100% കുറവാണ്. അതിൻ്റെ കൈ പൊങ്ങില്ല എന്നൊരു കോൺഫിഡൻസ്. അപ്പോൾ ലാസ്റ്റ് പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി പാളത്തിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ വൈദ്യുതി കാണട്ടെ. കണ്ടു കഴിഞ്ഞ് ഇന്ന് ഞാൻ നേരം എടുത്ത് എൻ്റെ ബോഡിക്ക് ചേഞ്ചസ് വന്നു. കാരണം ഞാൻ ക്ഷീണിക്കും, മാനസികമായി ടെൻഷൻ നമ്മൾ ക്ഷീണിച്ചു പോകുമല്ലോ. സത്യം പറഞ്ഞാൽ നന്നായി. ഞാനിപ്പോൾ വന്ന സമയം കറക്റ്റാണ്. തിരുമേനി ഇവിടെ ഉള്ള ആളാണെങ്കിൽ ഞാനോ ഇവനോ എന്തെങ്കിലും ചെയ്തിട്ട് വെച്ച ആൾക്കാർ പലതും പറയും. അല്ലല്ല, ഞാൻ കമ്പത്ത് പോയിട്ട് എൻ്റെ കൈ കെട്ടിയിട്ട് ഞാൻ എൻ്റെ മൊബൈൽ കിടക്കുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും കാണിച്ചു തരാം. പിന്നെ ഞാൻ ലാസ്റ്റ് പോയത് ഇവിടെ കൂത്താട്ടുകുളത്ത് ഒരു ഹോസ്പിറ്റലാണ്. അവിടെ നിന്ന് ഞാൻ അവരെ കഴിയിട്ടതാ. എന്നിട്ട് അവർ കുഴപ്പമില്ല, ശരിയാവും, 2 ആഴ്ച വീണ്ടും വരാൻ പറഞ്ഞു. എനിക്ക് പറ്റണില്ല. തിരുമേനി, ഈ അനീഷ് വൈദ്യനെ ഞാൻ പുള്ളിയെ അത്രയും ഞാൻ പ്രൊമോട്ട് ചെയ്തായിരുന്നു. എത്ര മാർക്ക് കൊടുക്കും? എനിക്ക് 100% കൊടുക്കാം. 100% കൊടുക്കാം. ഞാൻ ഇന്ന് വരെ തിരുമേൽ ഞാൻ തുറന്നു പറയാം, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയിട്ടില്ല. എൻ്റെ അവിടെ ഒരു പയ്യനൊരു കളി ഞാൻ പറഞ്ഞു, നീ പോരാ, നിന്റെ തിരുമല ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് വളരെ നന്നായി തിരുമേനി ഇന്ന് വന്നതിൽ ആദ്യമായിട്ട് കണ്ടതിൽ സന്തോഷമുണ്ട്. അപ്പം അനീഷ് വൈദ്യനോടായിട്ട് ഒരു കാര്യം, അനീഷ് വൈദ്യൻ വ്യാജ വൈദ്യനാണെന്ന് പറയുന്നവരോട് നിങ്ങൾ ഇത് നിങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തരാം. നിങ്ങൾ പഠിച്ചതിൻ്റെ ഇതും കാണിച്ചു കൊടുത്തരാം. ഇപ്പം കാണിച്ചു തരും കേട്ടോ ഈ വ്യാജൻ എന്ന് പറയുന്നവരോട്. ആയുർവേദം പഠിച്ച സർട്ടിഫിക്കറ്റ്, ഇത് കോഡ് സർട്ടിഫിക്കറ്റ്, ആയുർവേദത്തിൻ്റെ തന്നെ. ആയുർവേദത്തിൻ്റെ കോഡ് സർട്ടിഫിക്കറ്റ് ആണ്. ഇത് ധന്വന്തരിയിൽ ഞാൻ പഠിപ്പിച്ച സർട്ടിഫിക്കറ്റ്. ആയുർവേദ കോളേജിൽ പഠിപ്പിച്ചത് സാറായിട്ടാണ് പഠിപ്പിച്ചത് സർട്ടിഫിക്കറ്റ്. ഇത് പാരമ്പര്യ ചികിത്സാലയത്തിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ്, ഏറ്റവും നല്ല തെറാപ്പിസ്റ്റിന് കിട്ടിയ നല്ലൊരു സർട്ടിഫിക്കറ്റ്. യോഗയുടെ ഇത് യോഗ പ്ലസ് ആയുർവേദ.
നിങ്ങൾ ഇതെല്ലാം കണ്ടല്ലോ, ഇതെല്ലാം കണ്ട് ബോധിച്ച് വ്യക്തമായ ഒരു ഇതിൻ്റെ എല്ലാം തെളിവുകൾ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് എൻ്റെ കാലെ തൊടിപ്പിച്ചതും പിന്നെ എനിക്ക് ഇത് മെച്ചമാണ്, ഇത് ആളെക്കാരെ നമ്മുടെ പൊതുജനങ്ങളെ അറിയിക്കാമെന്നുള്ള വ്യക്തമായ ബോധ്യവും തെളിവുകളും ലഭിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ആ വീഡിയോ ഇട്ടത്. ഇപ്പോൾ എല്ലാവരും എനിക്കിട്ട് ഇതൊന്നുമല്ല, ഇതിനേക്കാളും വലിയ പണി ഇത് എനിക്ക് എൻ്റെ വളർച്ചയുടെ തുടക്കമായി എന്നുള്ളത് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. എന്ന് വെച്ചാൽ ഞാൻ വ്യാജ പ്രചരണം, ഞാൻ വ്യാജ ഡോക്ടറെ കൊണ്ടുവന്നു, ഇതൊക്കെ കുറേ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പോകുന്നുണ്ട്. ഇത് ഇപ്പം നിലവിൽ നിങ്ങൾക്ക് ഇനി ഞാൻ സ്ഥലം പറഞ്ഞു തരാം. ഇപ്പം സ്ഥലത്തിനൊരു സൗകര്യക്കുറവുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം താമസിക്കുന്ന നമ്മുടെ കാഞ്ഞിരപ്പറ്റം ശ്രീ മഹാദേവക്ഷേത്രത്തിൻ്റെ ജംഗ്ഷനിൽ വന്ന് ഇവിടെ വന്ന് അന്വേഷിച്ചാൽ മതി. അനീഷിൻ്റെ വീട് ചോദിച്ചാൽ ഇവിടെ പറഞ്ഞു തരും. അല്ലെങ്കിൽ ഈ അനീഷ് വൈദ്യൻ്റെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്ത് മഹാദേവക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ്. ഇവിടെ ചെറിയൊരു സൗകര്യക്കുറവുണ്ട്. വേറെ പുള്ളി ഒരു സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇപ്പം പുള്ളി ഇങ്ങനെ ഈ വീട്ടിൽ തന്നെ ചികിത്സ നടത്താൻ കാരണം. അപ്പം നിങ്ങളെല്ലാവരും എനിക്കിട്ട് ചവിട്ടിക്കോ. പക്ഷേ കഴിവുള്ള ഇങ്ങനെയുള്ള നിങ്ങൾ ഈ പറഞ്ഞ വൈദ്യരെന്ന് പറഞ്ഞാൽ വലിയ കുടവയറും അല്ലെങ്കിൽ കൊമ്പം മീശയും 90 വയസ്സും ആവണമെന്നൊന്നുമില്ല. വൈദ്യം പഠിച്ച് കോഴ്സ് സർട്ടിഫിക്കറ്റും കോഴ്സും നന്നായിട്ട് പഠിച്ച് നല്ല മാർക്കോടെ പാസ്സായി ഇതിനെ നല്ല കൈപുണ്യത്തോടെ ചെയ്യുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ആ ചെയ്യണ ആരോ ആ വൈദ്യം പഠിച്ച ആരും വൈദ്യനാണ്, അല്ലാണ്ട് വലിയ 90 വയസ്സാവണമെന്നോ അതിൻ്റെ പേരൊന്നുമില്ല. അപ്പം ഇതൊന്ന് പറയാമെന്നാണ്. എനിക്കിട്ട് ചവിട്ടിക്കോ. ഇങ്ങനെയുള്ള കഴിവുള്ളവരെ ചവിട്ടി അവരുടെ ഭാവി അല്ലെങ്കിൽ നാട്ടുകാർക്ക് എന്തെങ്കിലും ഗുണം ചെയ്യണവരെ ഉപദ്രവിക്കാൻ നിങ്ങൾ നിൽക്കരുത്. എനിക്കൊരു കുഴപ്പമില്ല, എന്നെക്കുറിച്ച് എന്ത് വാർത്ത വേണമെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ അനീഷേ പോവാ. ഓക്കെ എന്നാൽ തിരുവേനി ഓക്കെ.